ഇല്ല എങ്ങനെ മുളക് കറി വെക്കണം എന്നുള്ളത് ഞാൻ കൂടുതൽ നീട്ടി കൊണ്ടുപോകണില്ല. ഇത് എങ്ങനെയാണ് ഇതിലേക്കുള്ള സാധനങ്ങൾ ഇതാ. സവോള ഒരു 3-4 സവോള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, ഇതിൻ്റെ പണിക്കാരൻ ചേർക്കണതാ വെളുത്തുള്ളി. വെളുത്തുള്ളി. ഇനി അതിക്ക് വേണ്ടത് അയില മുളകിട്ട കറി, അച്ചാറ്, മാങ്ങച്ചാറ്, പിന്നെ അച്ചാറിൻ്റെ പൊടി. ഇതിൽ നിന്നായിരിക്കണം പിന്നെ മല്ലിച്ചപ്പ്. ഇതായിരിക്കണം മുളക് കറി എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നുള്ളത്. കൂടുതൽ നീട്ടിക്കൊണ്ടുപോകണില്ല, ഞാൻ പറഞ്ഞുതരാം. അതേമാതിരി നിങ്ങൾ ഉണ്ടാക്കി നോക്കി. അത് നല്ല അടിപൊളി ടേസ്റ്റ് ആക്കാറ്. പ്രവാസികളാണ് ഇത് ഉണ്ടാക്കി തരുന്നത്. പ്രവാസികളിൽ നിന്നിട്ട് ഒരുപാട് പഠിച്ചോളിങ്ങൾ. അവരൊക്കെ ഇത് നമ്മുടെ വയറ്റിൽ നിന്ന് ആരും പഠിച്ചു തരാനല്ലോ. ഇങ്ങനെ ഓരോന്നങ്ങോട്ട് ആലോചിക്കുക, അങ്ങനെ അപ്പോൾ തോന്നും. ആലോചിക്കണം, ഒരു ചെയ്തു വെക്കുക. ഇത് വിടക്കാവുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അത് ഉണ്ടാക്കണ്ട. അപ്പോൾ ഞാൻ ഈ സാധനം അടിപൊളി സാധനമാണ്. ഞാൻ ഇത് ഉണ്ടാക്കിയപ്പോൾ ഈ പണിക്കാരൻ കുട്ടി മേർക്ക് ഓയി ബനാവോ എനിക്ക് വേറെ ഒന്നും പാടില്ല. മേർക്ക് ഓയി മച്ച് അല്ലേ എനിക്ക് ആ മീൻകറി പോരെ. അതൊക്കെ എനിക്ക് മലയാളം അറിയാം. അപ്പോൾ ഇതാണ് സംഭവം. ഇനി നിർത്തി കട്ട് ചെയ്യാൻ പോവുകയാണ്. ഇനി വീണ്ടും വേറെ എടുത്ത് ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ ഉലുവ ഉണ്ടല്ലോ, അത് ചൂടാകുമ്പോൾ ഉലുവ ഇട്ട് കൊടുക്കുക. പിന്നെ തിന്നണ ജീരകം, വടിസോപ്പ്, അത് പൊട്ടിന് വന്നാൽ സവാള ഇട്ട് കൊടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞാൽ അതൊന്ന് നല്ല ഒരു അത്യാവശ്യം നല്ല അടച്ചു വെക്കുക. നല്ല ഇതായി എന്ന് കണ്ടാൽ ഈ തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ബാക്കിയൊന്നും ഇടരുതിട്ടാ. വേറെ ഒരു സാധനം ഇതിലിടരുത്. അത് ആവശ്യം ആയി എന്ന് കണ്ടാൽ ഇവിടെ വേറെ സാധനങ്ങൾ റെഡിയാക്കി വെക്കണം. അത് അപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, കട്ട് ചെയ്യണം. സവാള ഒരു വിധം ആയി വന്നിട്ടാ. ഇനി തക്കാളി മാത്രം ഇട്ട് കൊടുക്കുക. ഓക്കെ, തക്കാളി ഇട്ട് കൊടുത്ത് സവാള മാത്രം, വേറെ ഒന്നും ഇതിൽ പാടില്ല. ഉലുവ, പിന്നെ തിന്നണ ജീരകം, പിന്നെ ഇതിട്ടിട്ട് ഒന്നിട്ട് റോസ്റ്റാക്കുക, അടച്ചു വെക്കുക. ഇതൊന്നിട്ട് ആയിക്കോട്ടെ. ഓക്കെ, ഇതിൽ വേറെ ഒന്നും പാടില്ല. ഇനിയുള്ളതൊക്കെ ഇതില്ല. ഇവിടെ ചട്ടി, മുളകും പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അതുപോലെ അച്ചാറ്, ഏതെങ്കിലും മാങ്ങച്ചാറ്, പിന്നെ അച്ചാറിൻ്റെ പൊടി, പിന്നെ പച്ചമുളക്, വെളുത്തുള്ളി. ഇത് ചതക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതക്കണം. ഓക്കെ, ഇത് ഞാൻ കാണിച്ചു തരാം. കട്ട് ചെയ്യട്ടെ. ഇതിൽ സവാള, തക്കാളി, പിന്നെ തിന്നണ ജീരകം, ഇത്രേ ഉള്ളൂ. ഇപ്പോൾ ഇത് ഏകദേശം റോസായി വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? ഈ പുളിവെള്ളം പിഴിയുക. പുളിവെള്ളം പിഴിഞ്ഞിട്ട് കണ്ടമാനം വെള്ളം ഒഴിക്കരുത്. ഇത് ആദ്യം പുളിവെള്ളത്തിൽ അത്യാവശ്യം ഒന്ന് കുറച്ച് വെള്ളം ശകര പാടുള്ളൂ കേട്ടോ. കണ്ടമാനം വെള്ളം ഒഴിക്കാൻ പാടില്ല. കാരണം ഈ പുളിവെള്ളം തന്നെ കുറച്ച് പാടുള്ളൂ. എന്നിട്ട് പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിക്കുക. അത് ഇത് ഇട്ടതിൻ്റെ ശേഷം, ഈ സാധനങ്ങളൊക്കെ ഇട്ടതിൻ്റെ ശേഷം, അതൊക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളം ചേർക്കുക. ഓക്കെ, ഇപ്പം കാണിച്ചു തരാം. പുളിവെള്ളം പിഴിഞ്ഞ് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ശകരം പുളിവെള്ളം പറഞ്ഞു. കണ്ടില്ല നിങ്ങളിത് പുളിവെള്ളമാണിത്, കണ്ടില്ലേ? ഇനി ഇതിങ്ങനെ ഒന്ന് ഇത് വെളിച്ചപ്പാടി തുള്ളിയ പോലെ മേത്തേക്ക് തെറിച്ചിപ്പോയി ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ ആയിട്ടാ. ഇത്ര പാടുള്ളൂ കേട്ടോ. ഇനി ഇത് വളരെ സ്ലോ ആക്കി വെക്കുക. ഇനി ഇനിയുള്ള പണി ബുദ്ധിമാണ് എടുക്കണം. ഞാൻ അത് ചൂടായിട്ട് ഇതൊക്കെ ആദ്യം ഇടേണ്ടത് വെളുത്തുള്ളി, ഇഞ്ചും വെളുത്തുള്ളി ഉണ്ടല്ലോ, അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അത് നല്ല സ്പീഡ് കൂട്ടാൻ പാടില്ല കേട്ടോ. അത് ഇതാക്കുക, ഒരു ചെറിയ ഇതിലേക്ക് തീയിലതാവുള്ളൂ. ഇതിട്ടിട്ട് ഒന്നുകൊണ്ട് ആയിന്ന് കണ്ട വേപ്പിൻ്റെ ഇല, പച്ചമുളക്, ഇഞ്ചി, വേപ്പിൻ്റെ ഇല, വേപ്പിൻ്റെ ഇല, പച്ചമുളക്, അതൊന്നും ഇങ്ങോട്ട് റോസ്റ്റായി വരുമ്പോൾ പിന്നെ ഈ അച്ചാർ ആവശ്യം കുറച്ച് ഇടാവുള്ളൂ. 2 ഇടരുത്, 1-2 സ്പൂൺ ഇടുക. പിന്നെ ഒരു അച്ചാർ പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് റോസ്റ്റായി കഴിഞ്ഞാൽ ഇതിക്കാണ് കുട്ടി കൊടുക്കുക. ഇപ്പോൾ കാണിച്ചാൽ കണ്ടില്ലേ? വെളുത്തുള്ളി, ഇഞ്ചിയും കൂടി ഇങ്ങനെ ചെറുതായിട്ട് ഇതാവുള്ളൂ. കണ്ടമാനം കത്തിക്കാൻ പാടില്ല. ഇതൊന്നും അങ്ങനെ ചെറുതായിട്ട് ഒന്നുകൊണ്ട് ആയി കിട്ടട്ടെ. ചെറിയൊരു മണം പറ്റ കളയാനും പാടില്ല കേട്ടോ. പിന്നെ വേപ്പിൻ്റെ ഇല ഇട്ട് വേപ്പിൻ്റെ ലാസ്റ്റ് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഒക്കെപ്പാടെ കൊള്ളാവും. വേപ്പിൻ്റെ പച്ചമുളക് പച്ചമുളക് ഇട്ട് കൊടുക്കും. കണ്ടില്ലേ? ഇനി വേപ്പിൻ്റെ നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കട്ടെ. അപ്പം തന്നെ ഇട്ട് കൊടുത്താൽ അതിൻ്റെ അകത്ത് പോകും. ഓക്കെ, ഇനി ഇതൊന്നുകൊണ്ട് ലെവലായിട്ട് വരട്ടെ. ഇതവിടെ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ ലെവലായി ഒന്ന് കുറച്ചുകൂടി ഒന്നുകൊണ്ട് ആയിക്കോട്ടെ. ഓക്കെ, ഞാൻ കട്ടാക്കി നിർത്തട്ടെ കേട്ടോ. ഇവിടെയൊക്കെ ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഇനി മുളകും പൊടി, മഞ്ഞൾപ്പൊടി കുറച്ച്, എന്നിട്ട് ഇതൊന്ന് പതുക്കെ ഇളക്കി കൊടുക്കുക. സ്പീഡ് കുറക്കണ്ട. സ്പീഡ് ഇത് കരിയാൻ പാടില്ല. കുറച്ച് ഉപ്പിൻ്റെ പൊടി ഇട്ട് കൊടുക്കണ്ട. അത് ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ ഇത് തകരം ഇല്ലേ? ഇതാണ് അയില മുളക് കറിയിട്ട് ഞാൻ കാണിച്ചു തരാം. എങ്ങനെയൊക്കെയാണ് നിങ്ങളെ ഇതൊന്നും ഉമ്മയുടെ വയറ്റിൽ നിന്ന് പഠിച്ചു തരണം എന്നല്ല. കുറച്ചൊക്കെ ഒന്ന് മനുഷ്യനായ അങ്ങോട്ട് ചിന്തിക്കുക തന്നെ. എൻ്റെ വാപ്പ 1961 വന്നിട്ട് റൂട്ടുമ്മ കിടന്ന പാവം ഒരുപാട് കൈ കഴിഞ്ഞിട്ടും ഹോട്ടൽ പണിയെടുത്തിട്ട് അവസാനമാണ് ഇളഞ്ഞി കച്ചവടം ചെയ്ത് പഠിച്ചത്. ആരോ അന്ന് അരിക്കാട് ഇപ്പം ഉണ്ടായിരുന്നു. കുഞ്ഞുമോനിക്കും പറ്റാത്ത ആൾക്കാരൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പേര് കച്ചവടം ചെയ്തിട്ട് തലമെന്ന് ഇളഞ്ഞിയും കൊട്ട തലമ കയറ്റിയിട്ട് പേര് കച്ചവടം ചെയ്തിട്ട് ശിവസേനക്കാർ മറ്റുള്ളവരൊക്കെ അടിയും കുത്തും കൊണ്ടിട്ട് ജീവിച്ച മനുഷ്യനാണ് എൻ്റെ വാപ്പ. ആ തന്തയിൽ നിന്ന്, ആ വാപ്പയിൽ നിന്നിട്ടാണ് ഞാനിതൊക്കെ പഠിച്ചതും. അത്യാവശ്യം ഇപ്പോൾ കുറച്ച് എൻ്റെ ബുദ്ധി കുഞ്ഞ് വെച്ച് കളിച്ചതൊക്കെ. ഇനി ഇത് സ്പീഡ് കുറക്കണം. സ്പീഡ് കണ്ടമാനം പാടില്ല. ഇത് ഇവിടെ ഇങ്ങനെ കഴിഞ്ഞ് ഇനി ഇതിൽ എന്താണ് കുറച്ച് മുളക് പൊടി ഇടും, ഉപ്പിൻ്റെ പൊടി ഇടുക. കാരണം അതിന് ടേസ്റ്റ് വേറെ നേരത്തേക്ക് തീർത്ത് ചപ്പാടി തുള്ളിയ പോലെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നാലും ഇപ്പം അതിൻ്റെ ടേസ്റ്റ് ഇട്ടുള്ളൂ. ഇങ്ങനെ ആക്കി കൊടുക്കും. ഓക്കെ, സ്പീഡ് കൊടുക്കുക. ഇനി ഇതിൽ ഇതാ
ഇനി ഇതിലേക്ക് നിങ്ങൾ എന്താണ് ഒരു 2 സ്പൂണ് അച്ചാർ, കൂടുതൽ വേണ്ട, ഒരു സ്പൂൺ മതി. കട്ടപ്പാനായി കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാവില്ല. കാരണം അതിൽ പുളിങ്ങ ഇട്ടിക്കണമല്ല, അച്ചാർ ഇതിലിട്ട് മാങ്ങ അച്ചാറിട്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ റോസ്റ്റായി. ഇനി കുറച്ച് അച്ചാർ പൊടി. ഓക്കെ, കറിക്ക് ഒരു കറി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് ശരിക്കും ഒരു അച്ചാറിൻ്റെ മീൻകറി പോലെ നിങ്ങൾക്ക് ഇതിൻ്റെ കൊടുത്തൊന്നും എന്താ നിങ്ങളോട് പറയും. ഒരാളും ലൈക്കും തരുന്നില്ല, സബ്സ്ക്രൈബും തരുന്നില്ല. വല്ലാത്തൊരു ഇടങ്ങേറപ്പം. ഇന്നെപ്പോലെ തെങ്ങ് കയറുന്നവർക്ക് തുണിയും കോണമില്ലാത്തവർക്ക് 1000 സബ്സ്ക്രൈബർ 5000 ലൈക്കും. നമ്മളിതിങ്ങനെ നല്ല നല്ല വീഡിയോസ് ഇങ്ങനെ കൊടുത്താൽ ഒന്നുമല്ല. ഇനി മല്ലിപ്പൊടി, ഇനി ഇതൊന്നും ഇങ്ങനെ ഇറക്കി കൊടുക്കുക. കണ്ടപ്പനാവണില്ല, കട്ടാക്കട്ടെ. കണ്ടില്ലേ? ഇപ്പോൾ ഇത് നല്ല അത്യാവശ്യം റോസ്റ്റായി. ഇതിലെല്ലാം ഉണ്ട്. അച്ചാർ പൊടിയും അച്ചാർ, 1 സ്പൂൺ അച്ചാർ, 1 സ്പൂൺ അച്ചാറൊക്കെ ഇട്ട് എല്ലാം ഇതായിട്ട്. ഇനി ഇതാ വേപ്പിൻ്റെ ഇല. ഇതാ സ്മെല്ല, ഇതാ സ്മെല്ല. ഇപ്പോൾ ഇത് രസമായി. ഓക്കെ, ഇപ്പോൾ ഇത് അടിപൊളി. ഇനി നീട്ടിക്കൊണ്ടുവരണം ചെയ്ത് എല്ലാം അത്രേ ഉള്ളൂ. ഇനി ഇത് പറയാൻ നിന്ന് ലാസ്റ്റ് ഇനി മീൻ കഴുകിയിട്ട് അതിൽ ഇട്ട് കൊടുക്കുക, അതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. അത് അതുകൊണ്ട് കുട്ടി കൊടുക്കണം. വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ആൾക്കാരിൻ്റെ വീഡിയോ കണ്ട് എല്ലാവരും പറയാം നായിക്ക് ഒറ്റ പ്രാന്താണ്. ഇതാ അപ്പോൾ ഇട്ട് കൊടുത്തിട്ടാ. ഓക്കെ, കാരണം അങ്ങനെയാണ് എൻ്റെ കാട്ടിക്കൂട്ടിലുണ്ട്. അങ്ങനെ ഒരാൾ നമുക്ക് ലൈക്കും ഇല്ലാതെ ഇത് ഇറക്കി കൊടുക്കുക. ഓക്കെ, ഇതാ ഇപ്പോൾ നോക്കി. ഇനി ഇതിൻ്റെ ഇതൊന്ന് നാം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതിൻ്റെ അച്ചാറിൻ്റെ ഒരു കറിയുടെ ചോയ കിട്ടുന്നില്ല. ഇനി ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക ആവശ്യമുള്ള. മനസ്സിലായില്ലപ്പതി? ഇതാണ് സംഭവം. ഇനി ഇത് തിളച്ച് വരാം, കുറച്ച് നേരം തിളക്കണം. തിളക്കുമ്പോഴാണ് ആ കറി ഒരു വെള്ളം ഒന്നുകൊണ്ട് ഇതായി വരാണ്ട്. ആ വെള്ളം ഒന്ന് കുറക്കണം എന്നുണ്ടെങ്കിൽ കറിക്കൊന്ന് കട്ടി കൂട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടുതൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരം തിളച്ചോട്ടെ. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു കറിക്കൊരു കട്ടി വരും. ഇനി ഇതിന് ഈ വെള്ളം കൊണ്ട് ഇതൊന്നുകൊണ്ട് ഒഴിച്ചു കൊടുത്ത് ഇതിലൊന്നുകൊണ്ട് ഇതാക്കാണ്ട് ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാണ്ട് ഇതൊന്ന് കഴുകി വൃത്തിയാക്കാണ്ട്. ഇനി നിങ്ങൾ വീട്ടിൽ കൊണ്ടുവരണം. ചക്കപ്പാടാകുമ്പോൾ ഭ്രാന്തി നല്ലപോലെ വീഡിയോ എടുക്കാനൊന്നും പിന്നെ കിട്ടൂല. നിങ്ങൾ ഇങ്ങനെ വേണം കണ്ടാൽ മതി. എനിക്കിപ്പോൾ യൂട്യൂബിൽ നിന്ന് ഒരു മണ്ണാങ്കട്ടം അതൊന്നും എനിക്ക് വേണ്ടപ്പോൾ ഞാൻ അത് മറ്റുള്ളവർക്ക് ഓരോന്നൊക്കെ കൊണ്ട് അറിഞ്ഞോട്ടെ ചേരാം. അല്ല അപ്പോൾ യൂട്യൂബിൻ്റെ മണി പിടിച്ച് മണി എന്ന് പറഞ്ഞാൽ പൈസക്ക് മണി എന്നാ പറയുക. യൂട്യൂബിൻ്റെ മണി പിടിച്ച് തിരുമ്പാണെന്നപ്പോൾ ഞാൻ നിൽക്കണില്ല. ഇതൊക്കെ നിങ്ങൾ ഓരോരുത്തർ കണ്ട് പഠിച്ചോളി. ഇനി ഇതിൽ ഐലൻഡ് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടല്ലോ അതൊന്നും അടച്ചു കഴിഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ട് നിങ്ങളിത് ആ കറി ഒന്ന് നാമ കൂട്ടിയാക്കി ഒന്ന് കറി ഒന്ന് കട്ടിയാവും. കട്ടിയായി കഴിഞ്ഞാൽ സാധാ ചോറും പിന്നെ വപ്പടം പൊരിതാ വപ്പടം അവിടെ കൊടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അയില പൊരിക്കും ചെയ്യും. എന്നിട്ട് ഞാനും എൻ്റെ പണിക്കാരനും പടി ഇരുന്നിട്ട് വയറച്ച് ചോറാണ് കഴിക്കും. വെച്ചുണ്ടാക്കിക്കോളി. വെറുതെ ഹോട്ടലിൽ പോയിട്ട് ഇങ്ങനെ ഓരോ അസുഖങ്ങൾ ഉണ്ടാക്കി എത്തിക്കേണ്ട ഓരോ അസുഖങ്ങൾ വരും. അവനാണ് 2 വെച്ച് മിക്സുള്ള മാതിരി ഉണ്ടാക്കി ആ കറിക്ക് ഭയങ്കര ടേസ്റ്റാണ്. എങ്ങനെ ഉണ്ടായിക്കോളി നിങ്ങൾ ഉപ്പുമുളക് തൊട്ട് ചമ്മന്തി ഉണ്ടാക്കിക്കോളി, അതും ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ പിന്നെ മടി കാണിക്കരുത്. ഈ മടി എന്ന് പറഞ്ഞ സാധനം ഉണ്ട്, അത് നിർത്തണമായി. കാര്യം പറഞ്ഞ നേരത്ത് മടി കാണിക്കരുത്. മനസ്സിന് നമ്മൾ എന്തിനും തയ്യാറായി നിൽക്കണം. ഈ മടി വന്നാണ്ടല്ലോ പിന്നെ ജന്മത്തിലൊരു സാധനം ഉണ്ടാക്കാൻ പറ്റുമോ? നിങ്ങൾ മടി കാണിക്കരുത്. എന്തിനും ഉത്സാഹമാണ് മനുഷ്യൻ്റെ വിജയം. ഞാൻ തെങ്ങ് കയറുന്നത്, ഞാൻ കൊല്ലം കയറുന്നുണ്ട്, ഞാൻ ചെയ്യാത്ത പണികളൊന്നുമില്ല. വണ്ടി ഉണ്ട്, കച്ചറടക്കം ഞാൻ കൊണ്ടുവിടില്ല. അല്ല പണിക്കാരൻ ഓനെ കൊണ്ട് ചെയ്യിക്കണം പറ്റും, അതൊന്നും എൻ്റെ പരിപാടിയില്ല. ഓനും ചെയ്യുക ഞാനും ചെയ്യുക. പണിക്കാരാകുമ്പോൾ അങ്ങനെയാണ്. അപ്പോഴാണ് ഈ പണിക്കാർക്ക് നമ്മളോട് കൂടെ പണിയെടുക്കാൻ താല്പര്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ കറി സ്പീഡ് കൂട്ടിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളെ കാണി എന്താ കറി. ഈ കറി കണ്ടാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ആ മാണിക്കക്കല്ല് ഉണ്ടാക്കിയ കറി സൂപ്പറാണ്. ഓക്കെ, സബ്സ്ക്രൈബ് അതാ ഇപ്പോൾ കെട്ടുപോയി. ഇത് കത്തിക്കട്ടെ ഞാൻ. അടിപൊളി കാര്യം. ഒരു പിടിച്ചാണ്ടല്ല സുബ്ഹാനല്ലാഹ്. 25/4/2025 വീഡിയോ കേട്ടോ. ഞാനപ്പോൾ ഡേറ്റ് പറയാൻ മറന്നു. ഓക്കെ ബായ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാലേ ഒരു ലൈക്ക്, ആകെ 4 ലൈക്കൊക്കെ കിട്ടുള്ളൂ. എന്തെങ്കിലുമൊക്കെ ഒന്ന് കൂട്ടി തന്നൂടെ ഈ പാവങ്ങൾക്ക്. ഓക്കെ ബായ്. കറി നോക്കി ഇഷ്ടപ്പെടാണ്ടായിരുന്നു. ഞാൻ ആ വീഡിയോയിൽ പറയാൻ മറന്നു. ഇതാ ഇതൊന്ന് ഇപ്പോൾ തിളച്ച് വരുന്നുണ്ട്. ഇങ്ങനെ നല്ല ഇട്ട് കൊടുക്കുക മല്ലിച്ചപ്പ്. ഞാൻ അതിൻ്റെ മുകളിൽ അയില ഇട്ടിട്ട് പതുക്കെ സ്ലോ ആയിട്ട് 10 മിനിറ്റ് വേവിക്കോളൂ കേട്ടോ. കൂടുതലൊന്നും നിങ്ങൾ വേവിക്കരുത് കേട്ടോ. 10 മിനിറ്റ് അതിന് അത്യാവശ്യം നല്ല സ്പീഡിലും കത്തിക്കരുത്. ഇനി കറിയാണ്ട് പറ്റും. ഓക്കെ, ഇനി എങ്ങനെ മതി. ഇനി ഇതിൽ അടച്ചൊക്കെ പാത്രം ഇപ്പോൾ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അടിപൊളിയായി. നല്ല രസം. എന്ത് രസം എന്ന് പറയുക, ഈ കറിയൊന്നും കൂട്ടണം അതിൽ. ഇനി ഇത് അടച്ചൊക്കെ ഇതിൽ ഞാൻ ചേർത്തില്ല അച്ചാർ, കുറച്ച് 1 സ്പൂൺ അച്ചാറിട്ട് അച്ചാർ പൊടി ഇട്ട് അതിൽ എല്ലാ സാധനം ഇട്ട് ഈ കറി കൂട്ടുമ്പോൾ എന്താ ശരിക്കും ചോറ് കഴിക്കുമ്പോൾ അച്ചാറിൻ്റെ ചോയക്കാരും അതിൻ്റെ അയിലങ്ങനെ ഒരു കഷ്ണം പിടിക്കാണ്ട്. അതുപോലെ അയിലയിൽ ഞാൻ ഒരു കാര്യം അടച്ചക്കാൻ പോവാണ്. അയിലയിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം. അയില പൊരിക്കുമ്പോൾ ഞാൻ പറഞ്ഞപ്പോഴും ചെയ്ത് നോക്കി.
അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇപ്പം പറഞ്ഞതൊക്കെ ശരിയാണെന്നുള്ളത്. അയിലയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കുറച്ച് മല്ലിപ്പൊടി ഇടുക, കുറച്ച് മുളകും പൊടി ഇടുക, കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക, കുറച്ച് പുളി പിയ്യുക, എന്നിട്ട് ആയിട്ട് കുഴക്കുക. എന്നിട്ട് നിങ്ങൾ വളരെ സ്ലോ ആക്കിയിട്ട് മീൻ പൊരിക്കണം കേട്ടോ, കത്തിക്കരുത്. ഇത് വളരെ സ്ലോ ആക്കിയിട്ട് ഇങ്ങനെ അടുപ്പത്ത് വെച്ചിട്ട് അതിൻ്റെ ആ മീനൊന്നും നിങ്ങൾ ഒന്ന് കൂട്ടിയേക്കാൻ ഭയങ്കര ടേസ്റ്റ് ആകാറ്. അപ്പോൾ നിങ്ങൾ പറയും ഈ കുട്ടി പറഞ്ഞു വളരെ സത്യം എന്നുള്ളത്. ഞാൻ കുട്ടിയാണ്, കാരണം എനിക്ക് 47 വയസ്സായി, 7 വയസ്സിൽ തന്നെ ബോംബെക്ക് ഇപ്പോൾ കൊടുത്തതാണ്. അപ്പോൾ എല്ലാവർക്കും ഞാൻ കുട്ടിയാണ്. എനിക്ക് 47 വയസ്സായി, ഞാൻ എപ്പോഴും കുട്ടിയാണ്. അപ്പോൾ ഞാനതാ പറയും നിങ്ങളൊന്ന് ഉണ്ടാക്കി വെക്കും. എന്നിട്ട് നിങ്ങൾക്ക് ലൈക്കോ സബ്സ്ക്രൈബോ എന്താ നിങ്ങൾ തന്നാൽ നമുക്ക് ലൈക്കും ഇല്ല സബ്സ്ക്രൈബും ഇല്ല. നിങ്ങളിങ്ങനെയൊക്കെ ജീവിച്ചുകൊണ്ട് ഇറങ്ങി മുകളിൽ ഞാൻ കൂടി ഞങ്ങൾ ഇനി നിർത്തിയുടെ സാധാ എൻ്റെ വീഡിയോ ആണ് 25/4/2025. ഓക്കെ ബായ്. ഇങ്ങനെ വീഡിയോ ഒക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ എന്നെ എടുത്ത് വിടണം, എന്നൊരു സന്തോഷം. ഇല്ല അപ്പോൾ യൂട്യൂബിൽ നിന്നൊന്നും കിട്ടുമൊന്നുമില്ല. അപ്പോൾ ഞാൻ മീൻ ഇടാൻ പോകട്ടാ. ഓക്കെ, ഇതാ മീന് കറി ഉഷാറായിക്കണേ ഇടാൻ പോവുകയാണ്. 25-ാം തീയതിക്കത്തെ വീഡിയോ, 25/4/2025. കറി ഇടുമ്പോൾ എന്തൊരു സാധനം ഉണ്ടാക്കുമ്പോഴും നമ്മൾ പടച്ചോനെ വിചാരിച്ചിട്ട് ബിസ്മി ചൊല്ലിയിട്ട്, എന്തിനും ബിസ്മി ചൊല്ലിയിട്ട് ഇടണം കേട്ടോ. അതേമാതിരി ഹിന്ദു ആയാലും ഹൈന്ദവ സഹോദരനായാലും ക്രിസ്ത്യാനായാലും നിങ്ങൾ അവരെ ദൈവത്തെ വിചാരിച്ചെടുക്കുക. ഇല്ലെങ്കിൽ ഗുരുവായൂരപ്പ, ഈശ്വര, ഭഗവതി, നിങ്ങളതിൽ എന്തൊക്കെ നിങ്ങളതിൽ എല്ലാ ദൈവത്തിനും നിങ്ങൾ വിളിച്ചിട്ട് നിങ്ങൾ ദൈവത്തിൻ്റെ അനുഗ്രഹം മേടിച്ചിട്ട് ദൈവത്തിനെ ആരാധിച്ചിട്ടെങ്കിലും നിങ്ങൾ ഇടണം. അപ്പോൾ ഞങ്ങളെ മതത്തിൽ ഞങ്ങൾ ബിസ്മില്ലാഹിർ റഹ്മാൻ അല്ലാഹു അക്ബർ എന്നൊക്കെ പറഞ്ഞിട്ട് ബിസ്മില്ലിട്ടാണ് ഇടുക. കാരണം അതൊക്കെ നല്ലതാണ്, നമ്മൾ മനസ്സറിഞ്ഞുണ്ടാക്കുന്ന കറിയതൊക്കെ ഓരോന്ന്. അപ്പോൾ നമ്മൾ ഇതുകൊണ്ടാണ് നമ്മളെ ജീവിതം കഴിഞ്ഞ് പോണത്. ഒരു ദിവസം കുടുംബം കഴിഞ്ഞ് പോണതൊക്കെ ഇതേമാതിരി ഒരു കറി ഉണ്ടാക്കിയിട്ട് നല്ല രസത്തിൽ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ബിസ്മില്ലിട്ടൊക്കെ ചില ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം ഇടുക. ഹൈന്ദവ സഹോദരങ്ങൾ വെച്ചാൽ അവരെ ദൈവത്തെ എന്തുവാണെങ്കിലും ഏത് ദൈവത്തെ നിങ്ങൾ ആരാധിക്കുന്ന ദൈവത്തെ പേരൊക്കെ വിളിച്ചിട്ട് നല്ല സ്നേഹത്തോടെ നല്ല ഹൃദയം നന്നാക്കി ഇതേമാതിരി കറി ഉണ്ടാക്കുക. ആ കറി ഉണ്ടാവും എന്ത് ടേസ്റ്റ് അറിയാം. ഇതൊന്നും തടച്ചിട്ട് രണ്ടുപറ്റി ചോറിൻ്റെ പിടിക്കാണ്ട് ഒരു കൊടുക്കാം അറിയില്ലേ. കറിയുടെ മുളക് കറി ഇതാണ് മുളക് കറി. ഇത് തിളച്ചിട്ട് വരുമ്പോൾ ഒന്നുകൊണ്ട് വറ്റാണ്ട് സെക്കൻഡാം. അപ്പോഴാണ് ഇതിനാണ്. അല്ലാതെ യൂട്യൂബിൽ ഇങ്ങനെ കുറേ ഓരോന്നൊക്കെ ഉണ്ട്. കയ്യിൽ കാഴ്ചാത്ത സമയത്ത് 1000 സാധനത്തിൻ്റെ പേരുണ്ട് പറഞ്ഞയക്കാണ്ട് ഇടാൻ പറയും. എന്നിട്ട് മനുഷ്യനത് അവിടുത്തെ അതൊക്കെ വാങ്ങിക്കൊടുത്താൽ എന്തൊരു ടേസ്റ്റ് കിട്ടുമോ. കാരണം ഇപ്പോഴത്തെ പെണ്ണുങ്ങൾ കാട്ടിക്കൂട്ടണം. പഴയ ആൾക്കാരുണ്ടാക്കി ഇതൊക്കെ എൻ്റെ വാപ്പ 1961 മകനക്ക് കാണിച്ചു തന്നതൊക്കെ കണ്ടില്ലേ. ഇനി കൂടുതൽ പാടി പോകണില്ല, അല്ലാതെ പാടി കഴിഞ്ഞാൽ കറിയുണ്ട് പറ്റും. അപ്പം ഇനി ഇത് മീൻ പൊരിക്കുകയാണ്. ഇതിൽ പുളിവെള്ളം, മുളകും പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എന്നിട്ട് പൊട്ടിട്ട് ഒന്ന് പൊരിച്ച് നോക്കി. ഇതൊക്കെ എൻ്റെ ചെറുപ്പം മുതൽ കൊടുത്തത് 7 വയസ്സ്. 4 പെങ്ങന്മാർക്ക് ശേഷം ഒരു ആൺകുട്ടി ഉണ്ടായതാണ്. പിന്നെ എൻ്റെ അനിയന്മാർ 3 ആൾ വന്നു. അവർക്ക് ഗൾഫിൽ പോയിട്ട് മാഷാ അല്ലാഹ്. ഞാൻ മാത്രം ഇവിടെ നിന്നുള്ളൂ. ബാക്കി എല്ലാവരും ഒന്നും കിട്ടാതെ ഞാനും തെങ്ങിൻ്റെ മുകളിൽ കൊത്തിപ്പിടിച്ച് കയറിയിട്ടാണ് എൻ്റെ ജീവിതം കഴിഞ്ഞു പോണത്. അല്ലെങ്കിൽ എനിക്ക് അതും ഉണ്ടാവില്ല. അല്ലാതെ കച്ചവടം ചെയ്തിട്ടൊന്നും ഒന്നും കിട്ടൂല. ഓരോരുത്തരൊക്കെ ഒന്ന് വൈകുന്നേരം വരെ 600-500 രൂപ കിട്ടണേ. ഞാനിപ്പോൾ എങ്ങനെയൊക്കെ 500-1000 ഒക്കെ മാറ്റിയേക്കേണ്ട എൻ്റെ ചിലവൊക്കെ കഴിഞ്ഞിട്ട് അതിന് പഠിച്ചാൽ തെങ്ങുമ്പോൾ കയറണോണ്ടട്ടോ അത് ആവും ഉണ്ടാവില്ല. എന്നാൽ ശരി, ഓക്കെ ബൈ. എല്ലാവർക്കും എൻ്റെ വീഡിയോ കാണുമ്പോൾ വെറുപ്പ് പോകുന്നതാണ്. കാരണം ഈ നായുടെ വർത്താനം എന്നും ഇങ്ങനെ തന്നെ എന്ന് അറിയില്ല. അല്ല 70 രൂപ, 60 രൂപ, 40 രൂപ ഇതൊക്കെ എന്തിനാ അറിയാം. തല്ലിട്ടായിരിക്കാൻ പറ്റും. ഇവിടെ അടി കിട്ടും, പെടപടേച്ചിൽ അടി വയറച്ച് കിട്ടും. അടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ കാണിച്ചത്. ഇത് 70 രൂപ എത്ര വെള്ളം ഉണ്ടാവും. സാധാ വെള്ളം നിറച്ചിക്കുക. ഇത് 60 രൂപ എത്ര വെള്ളം നിറച്ച് വരുന്നതൊക്കെ അതിനുള്ള ഓരോരുത്തർ ഈ കൂടുതൽ പറയുന്നത്. ഓക്കെ ബൈ. ഇരിക്കുമ്പോൾ ചെയ്യാനുള്ളതാ ഇതാണ് മല്ലിപ്പൊടി. പിന്നെ അതിൽ കുറച്ച് ഉപ്പിൻ്റെ പൊടി ഇടണം കേട്ടോ. ഉപ്പാണ് ഇത് കണ്ടില്ലേ, ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് മല്ലിപ്പൊടി ഇട്ടിട്ടാ. പിന്നെ മുളകും പൊടി. ഓക്കെ, മല്ലിപ്പൊടി, മുളകും പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി. ഓക്കെ, ഇനി അതിക്ക് വേണ്ട പുളിങ്ങയുടെ വെള്ളം. ഈ പുളിവെള്ളം കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പുളിവെള്ളം അല്ലേ ഉണ്ടായിക്കോട്ടെ. പുറത്ത് കുടിക്കലൊന്നും കുഴപ്പമില്ല. പുറത്തുനിന്ന് ആരും തിന്നാൻ വരുന്നില്ലല്ലോ. കണ്ടില്ലേ. ഇനി ഇതൊന്നുണ്ട് ഇങ്ങനെ കുഴക്കുക അല്ലേ. ഇതാണ് സംഭവം. ഇനി ഇത് നിങ്ങളൊന്ന് പൊരിച്ച് നോക്കി. എന്നിട്ട് ഇതൊന്ന് പൊരിച്ചിട്ട് നിങ്ങളൊന്ന് കൂട്ടി നോക്കി. എന്നിട്ട് നിങ്ങൾ രസം പിടിക്കുമ്പോഴല്ലേ ഇന്നെങ്ങനെ ഉണ്ട് ആലോചിക്കണം. ആ ബോംബെ മാനു ആയിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ. എൻ്റെ എല്ലാ ഫ്രണ്ട്സുകളോടും പറയണേ, നിങ്ങളിൻ്റെ യൂട്യൂബ് ബോംബെ മാനു എന്നുള്ള യൂട്യൂബിൽ അടിച്ച് നിങ്ങൾക്ക് എല്ലാ സാധനം കാണാം. കോഴി, ആട്ടിറച്ചിയൊക്കെ ഞാൻ ഉണ്ടാക്കണം ഇങ്ങനെ കണ്ടാണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്. ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല കേട്ടോ. ഞങ്ങൾക്ക് എൻ്റെ സ്വയം ബുദ്ധിക്കും എൻ്റെ ഒപ്പം പഠിപ്പിച്ചു തന്നിട്ടും ബാക്കി എൻ്റെ ഒപ്പം പഠിപ്പിച്ചു തന്ന കുറേ ഞാനും എൻ്റെ കണ്ടറിഞ്ഞിട്ടുള്ള ബുദ്ധിക്ക് ഞാൻ ഉണ്ടാക്കണതാണ്. ഇതാ കണ്ടില്ലേ. ഇതിന് അത്യാവശ്യം എരിവും പുളിയൊക്കെ ഉണ്ട്. ഇനി ഞാൻ കൂടുതൽ വിടണില്ല. എല്ലാവർക്കും എന്നോട് വെറുപ്പാവും. ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്കൊന്നും വേണ്ട. സാർ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളിങ്ങനെ ഉണ്ടാക്കി തിന്നാൽ മതി. ഓക്കെ, താങ്ക് യു.